നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഉണക്കമീൻ തേങ്ങ അരച്ച് കറി വെക്കുന്നതാണ്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കുക. അതിലേക്ക് ഒരു അരമുറി സവോള ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കൂടാതെ ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, പിന്നെ എരിവിനായിട്ട് 3 പച്ചമുളകും അതും നീളത്തിലരിഞ്ഞതാണ്, ഒരു 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മീൻകറി എപ്പോഴും ചട്ടിയിൽ വെക്കുന്നതാണ് രുചി. ഒരു 2 ചെറിയ നല്ല ഫ്ലഷി ആയിട്ടുള്ള ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം. പുറകെ നമ്മൾ പുളിയും ചേർക്കുന്നുണ്ട്, അതും കൊണ്ടാണ് 2 ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നത്. ഇതിവിടെ ഒരുമാതിരി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി കോട്ടയം മീൻകറി പോലെ എരിവിൽ വെക്കുന്ന ഒരു കറിയല്ല, മോഡറേറ്റ് ആയിട്ടുള്ള ഒരു എരിവിൽ വെക്കുന്നതാണ്. ഇനിയും നമ്മുടെ കുടംപുളി ചെറിയ 2 അല്ലിയും കൂടെ നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറു ചൂടുള്ള 3/4 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ആ മീൻ വെന്ത് വരാൻ വേണ്ടിയ വെള്ളം മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും നേരത്തെ തന്നെ ഞാൻ കഞ്ഞി വെള്ളത്തിൽ മുക്കി വെച്ചതാണ്, ഒരു 2 മണിക്കൂറോളം മുക്കി വെച്ച് ഉപ്പ് കളഞ്ഞതാണ്. 1/2 കിലോ ഇതുപോലെ ഞങ്ങളുടെ ദേശത്ത് ഇതിനെ തുണ്ടൻ മീൻ എന്നാണ് പറയുന്നത്. ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തിളച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം 10 മിനിറ്റാണ് ഇത് വേകാനായിട്ട് എടുക്കുന്നത്. അപ്പം ടോട്ടൽ ഇവിടെ 3/4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത് നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം ഒരു മീഡിയം ടെമ്പറേച്ചറിലാണ് വെക്കുന്നത്. അതവിടെ ഇരുന്ന് വേകുമ്പോഴേക്കും അരയ്ക്കാനുള്ളത് നോക്കാം. ഒരു അരമുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടെ എരിവ് വേണ്ടവർക്ക് സാദാ മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇതിലേക്ക് ഇതരയാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. എന്നിട്ട് നല്ല വെണ്ണ പോലെ ഇത് അരച്ചെടുക്കണം. ഇവിടെ തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനോടകം നമ്മുടെ മീൻ വെന്ത് വന്നിട്ടുണ്ട്. തീ ഏറ്റവും സിമ്മിലേക്കാക്കുക. ചട്ടി ആയതും കൊണ്ട് വേണമെങ്കിൽ ഈവൻ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് ഈ അരച്ച തേങ്ങയും ആ മിക്സി കഴുകിയ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി ഇതായിട്ട് ഇളക്കരുത്, മീനിൻ്റെ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും. ഇങ്ങനെ ലൈറ്റായിട്ട് ഇളക്കിയതിന് ശേഷം ലോയിൽ തന്നെ ഒന്നുകൂടി ഒന്ന് നമുക്ക് ചൂടാക്കാം. തിളയ്ക്കരുത്, തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കടുക് പൊട്ടിച്ച ഉള്ളിയും കറിവേപ്പില, കടുക്, പിന്നെ ഉലുവ, ഇതെല്ലാം കൂടെ ചേർത്ത് കടുക് വറുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വെക്കാം. ഇപ്പോൾ നമ്മുടെ രുചിയേറിയ തുണ്ടമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ചോറിനും കപ്പയ്ക്കും കൂട്ടാനായിട്ട് ഒരു എക്സലൻറ്റ് സൈഡ് ഡിഷാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, ഷൈന തോമസ്.